ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ തന്റെ പ്രണയം കുറെ നാളുകളായിട്ട് മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം നന്ദുവിനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി മറ്റാരുമല്ല നന്ദു, അത് നീയാണ് എന്ന് പറയുമ്പോൾ നന്ദുക്ക് ആകെ ഷോക്ക് ആവാട്ടോ. ശേഷം നവീൻ പറയുന്നുണ്ട്, അതെ ഈ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് അനിയുടെ അടുത്താണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നന്ദുക്ക് വീണ്ടും ഷോക്ക് ആവാണ്. അപ്പൊ അനിയേട്ടൻ അറിയായിരുന്നു ഈ സംഭവം. അനിയേട്ടനോടാണ് ആദ്യം പറഞ്ഞത്. വെറുതെ അല്ല അനിയേട്ടനെ ഞാൻ നവീനോട് സംസാരിക്കുമ്പോൾ ഇത്ര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാണ് നന്ദുവിനോട് നവീൻ ചോദിക്കണ്ടേ, എന്താ നന്ദു ഷോക്കായി പോയോ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ? അത് നവീനേട്ട, അത് പിന്നെ എനിക്കറിയാം നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഞാൻ നന്ദുവിനെ പ്രൊപ്പോസ് ചെയ്യുമെന്നല്ലേ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും നന്ദു ഒരിക്കലും അത് നന്ദുവാണെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടല്ലേ നന്ദുവിനെ പോലും സംശയിക്കാതെ എന്നത്. അല്ല, നന്ദുവിന്റെ അഭിപ്രായം ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താ അഭിപ്രായം? എനിക്ക് അങ്ങനെ തലക്കേടില്ലാത്തൊരു ജോലിയൊക്കെ ഉണ്ട്, അറിയാലോ അല്ലെ. നന്ദുക്ക് വിരോധം ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛൻ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞല്ലോ. അച്ഛനെയും കൂട്ടിക്കൊണ്ട് അമ്മയും ഞാനും അച്ഛനും മുത്തശ്ശനും കൂടി കൂടിയിട്ട് നന്ദുവിന്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണ് ചോദിക്കാം, എന്താ അതുപോരെ? നവീനേട്ട, എനിക്കിതിനിപ്പോ മറുപടി പറയാനായിട്ട് എന്ത് പറയണോന്ന് എനിക്കറിയില്ല. നവീൻ പറയണ്ട്, താൻ മറുപടി ഒന്നും പറയണ്ട, എനിക്ക് ഇഷ്ടമാണ്, പിന്നെ വീട്ടുകാർ തമ്മിൽ ആലോചിക്കട്ടെ, അതില് തന്റെ അഭിപ്രായം. കാരണം തന്നെ പോലത്തെ ഒരു പെൺകുട്ടി വീട്ടുകാരുടെ എന്താണ് മറുപടിക്കാണ് അല്ലെങ്കിൽ വീട്ടുകാരുടെ തീരുമാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനിപ്പോ നേരെ പോണത് തന്റെ അമ്മയുടെയും അച്ഛന്റെ അടുത്തേക്കാണ്. അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ, അവര് തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണം എന്നല്ലേ. അതല്ലേ തന്റെ ആഗ്രഹം? ശരിയിടോ, എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ ഇവിടെ നേരെ പോണത് എന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കാ. എന്റെ ഇഷ്ടം ഞാൻ അവിടുത്തെ കൂടി പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നമുക്കിനി പ്രണയിച്ചെടുക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ. കാരണം നമുക്കിപ്പോ വിവാഹപ്രായമായി, തനിക്കും എനിക്കും. അപ്പൊ വീട്ടുകാർ മുൻകൈ എടുത്ത് നമ്മുടെ വിവാഹം അങ്ങോട്ട് നടത്തി തരട്ടെ. എന്നാ ശരി നന്ദുവിന്റെ വർക്ക് നടക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഐ ലവ് യു കേട്ടോ നന്ദു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് പോവാണ്. നന്ദു ആണെങ്കിൽ നവീനേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ നന്ദു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ നേരെ പോണതോ കനകയുടെ ഗോവിന്ദന്റെ അടുത്തേക്കാണ്, മകളെ കെട്ടിച്ചു തരാമോ എന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ നവീൻ പറയണത് വേറൊന്നുമല്ല, എന്റെ അച്ഛൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോ അമ്മ ഇപ്പൊ സമ്മതം മൂടിയിട്ടുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഏതായാലും കുഴപ്പമില്ല, ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചിരാന്ന് അമ്മ ഇപ്പൊ പറയണത്. മോൻ കോളടിച്ചല്ലോ, മോന്റെ മനസ്സിലുള്ള പെണ്ണിനെ എന്നാ അമ്മയടുത്ത് പറ. അമ്മക്കൊക്കെ ആ പെണ്ണിനെ അറിയാം. എന്നാ എത്രയും പെട്ടെന്ന് കല്യാണം നോക്കും മോനെ, കല്യാണ പ്രായമൊക്കെ ആയില്ലേ എന്ന് കനക പറയുമ്പോ, അതെ ഞാനിപ്പോ ആ ഒരു പ്രൊപ്പോസലിനെ പറയാൻ വേണ്ടിട്ടാ ഇവിടേക്ക് വന്നത്. ഇവിടേക്കോ? എന്താ ഞങ്ങൾക്ക് വല്ല അറിയാവുന്ന പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോ, അതെ നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാവുന്ന പെൺകുട്ടിയാ. അതേതാ ഞങ്ങൾക്ക് അറിയാവുന്ന പെൺകുട്ടിയെ? അത് വേറെ ആരുമല്ല, നിങ്ങളുടെ മകൾ നന്ദു ആണ്. നന്ദു? നന്ദുവോ? അതെ നന്ദു തന്നെയാണ്. അവളെ പഠിക്കുന്ന സമയം തൊട്ടേ എനിക്കൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ പ്രണയമൊന്നുമല്ല, ഒരു ആരാധന അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പൊ അവളോടൊരു ഇഷ്ടമുണ്ട്, ഭാര്യയായിട്ട് അവളെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ്, മോളെ കെട്ടിച്ചു തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കനക, അയ്യോ ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ മോനെ, കാരണം മോനെ പോലത്തെ ഒരു മരുമകനെ കിട്ടാന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? ഓ തീർച്ചയായിട്ടും എന്ന് പറയാണ്. നവീൻ അവിടുന്ന് പോവാണ്. നവീൻ പോയുമ്പോഴേക്കും കനക പണ്ട, അയ്യോ ഗോവിന്ദേട്ടാ എന്ത് നല്ല ആലോചനയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ മോളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് പോരെ കനകെ. എന്തഭിപ്രായം? ഒരു അഭിപ്രായവും ഇല്ല, നല്ല പയ്യനാണ്, നമുക്ക് ഈ ആലോചന അങ്ങോട്ട് നടത്താം, ജാതകങ്ങൾ തമ്മിൽ ചേരുമെന്ന് ഞാൻ ജോലിസിനെ പോയി ചോദിക്കാം. ഈ ആലോചന കൈവിടലേ ഗോവിന്ദേട്ടാ, നീ പറഞ്ഞ ശരിയാ, നവീൻ മോൻ നല്ലൊരു മോൻ തന്നെയാണ്. അതെ അതാ ഞാൻ പറഞ്ഞ ഈ ആലോചന കൈവിടല്ലേന്ന്. ശരി നമുക്ക് ആലോചിക്കാം എന്ന് ഗോവിന്ദനും പറയാട്ടോ. നന്ദുക്കാണെങ്കിൽ ഒരു സമാധാനമില്ല, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. ശേഷം അനിയനെ വിളിക്കണ്ട്, അനിയേട്ടാ. എന്താ നന്ദു? അനിയേട്ടാ ഇന്നലെ നവീനേട്ടൻ കാണാൻ വന്നിരുന്നു. ആണോ? അവനെന്തിനാ നിന്നെ കാണാൻ വന്നത്? എന്താ എന്നെ കാണാൻ വരുന്നത് പറയുമ്പോ അനിയേട്ടന്റെ സൗണ്ട് ഒന്ന് മാറിയത്? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വേറെ ഒന്നിനല്ല, ഒരു പ്രൊപ്പോസൽ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പ്രൊപ്പോസലോ? അതെ, നവീനേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഞാനാണെന്ന് പറഞ്ഞു. ഈ കാര്യം അനിയേട്ടനെ അറിയായിരുന്നല്ലേ? നന്ദു സത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പാ ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ അവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല നന്ദു, അതാ അവൻ നിന്നോട് മിണ്ടാ വരുമ്പോഴേക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നവീനേട്ടൻ ആലോചനയായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും, അമ്മ അച്ഛൻ ഇത് കേട്ടാ മതി, പിന്നെ ഈ ആലോചന അങ്ങോട്ട് നടത്തി കൊടുക്കും. പിന്നെ ആദർശേട്ടന്റെ നൈനെടുത്തിന കാര്യം പറയണ്ടല്ലോ, അത് നീ പറഞ്ഞ ശരിയാ. അവന്തികയുടെ നിശ്ചയം ഒന്ന് മുടക്കിയപ്പോ അടുത്ത പണി വന്നല്ലോ നന്ദു.
അതെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്ന് മുടക്കിയേ പറ്റൂ. നമുക്ക് നോക്കാം എന്നൊക്കെ അനി പറയുന്നുണ്ട്. ശേഷം കനക ഈ കാര്യം വിളിച്ച് നമ്മുടെ നയനെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നയനെ, നമ്മുടെ നന്ദുവിന് ഒരു നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആണോ? ഏതാ പയ്യൻ? നമുക്കൊക്കെ അറിയാവുന്ന പയ്യനാണെന്നേ. ആണോ? ആരാമ്മേ? അത് വേറെ ആരുമല്ല, നമ്മുടെ നവീൻ മോനാ. നവീൻ വക്കീലോ? അതെ, പുള്ളിക്കാരനെ നേരത്തെ നമ്മുടെ നന്ദുവിന് ഇഷ്ടമായിരുന്നാ പറയണത്. ആണോ? ഇത് നല്ലൊരു ആലോചനയാണല്ലോ അമ്മേ. അതെ, നല്ലൊരു ആലോചന തന്നെയാ. ശരി അമ്മേ, സന്തോഷമായി. ഞാൻ ഈ കാര്യം ചേച്ചിയെടുത്തും കൂടി പറയട്ടെ. ഓ, അവൾക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പറയാമേ, എന്തൊക്കെ പറയാം, നമ്മുടെ അനിയത്തിയല്ലേ, ഞാൻ പറയാം. ശരി ശരി എന്ന് പറയാണ് കനക. എന്നിട്ട് അപ്പൊ തന്നെ വേഗം തന്നെ നയന നവ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതെ നവ്യേച്ചി, അമ്മ വിളിച്ചിരുന്നപ്പോ. ഓ, അല്ലെങ്കിൽ നിന്നെ വിളിക്കണേ അമ്മക്ക് അതിന് കാരണോ രാവും പകലും നോക്കണ്ടല്ലോ, നിന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാറുണ്ടല്ലോ. ദേ ചേച്ചി, ഈ കാര്യത്തിൽ വേറെ വഴക്ക് പിടിക്കല്ലേട്ടോ. നമ്മുടെ രണ്ടുപേരുടെ അനിയത്തിയാണ് നന്ദു. അതുകൊണ്ട് നന്ദുവിന്റെ ഒരു കാര്യം വന്നപ്പോഴേക്കും അമ്മ ജസ്റ്റ് വിളിച്ച് ചോദിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ. ചേച്ചിയെടുത്ത് പറയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് കരുതിയിട്ടാണ് എന്നോട് പറഞ്ഞത്. എന്താണാവോ അമ്മ പറഞ്ഞത്? അവൾക്ക് വല്ല ആലോചനയും വന്നോ? വന്നിരുന്നു, നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്ന്. ഏതാ ആലോചന? അത് നമ്മുടെ നവീൻ വക്കീലില്ലേ? നവീൻ വക്കീല്. വക്കീലിന് ഒരു താല്പര്യമുണ്ട് നന്ദുവിനോട്. അപ്പൊ സമ്മതമാണെങ്കിൽ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് നവീൻ വക്കീല് വരാന്നാണ് പറയണത്. അതിന് അവരുടെ സമ്മതമല്ലേ ചോദിക്കേണ്ടത്, നന്ദുവിന്റെ. അവളുടെ സമ്മതം എവിടെ നോക്കാനാ? ചേച്ചിക്ക് അറിയാലോ, നന്ദുക്ക് ഇപ്പോഴും അനിയുടെ അടുത്തൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടിട്ടാണല്ലോ അവന്തികായിട്ടുള്ള വിവാഹം നിശ്ചയം മുടക്കിയത്. ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവളുടെ കൂടെ നിൽക്കണ്ടല്ലേ, അവളുടെ ചേച്ചിമാരല്ലേ നമ്മള്. എന്തായാലും എനിക്ക് ഈ ആലോചന വലിയ സന്തോഷമൊന്നുമില്ല. നവീൻ വക്കീല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവന്തികായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അവന് അപ്പോഴേ നന്ദുവിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവന്തിക കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് വന്നപ്പോ അവൻ അപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? വെറുതെ എന്തിനാ അവന്തി ഇങ്ങനെ വട്ടാക്കിയത്? ചേച്ചി, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ ആദർശേട്ടനും കൂടി അറിയിക്കട്ടെ എന്ന് നയന പറയാട്ടോ. ആ സമയത്ത് നയന പോയി കഴിയുമ്പോഴേക്കും നവ്യ വിചാരിക്കാണ്, ഈശ്വര എന്തൊക്കെ പൊല്ലപ്പാണ് അനിക്ക് നന്ദുവിനൊന്ന് പ്രണയിക്കാൻ. അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം കഷ്ടപ്പെട്ടാണ് ഒന്ന് മുടക്കിയത്. അപ്പൊ ദേ വന്നിരിക്കുന്ന അടുത്ത ആലോചന, അത് നന്ദുക്ക്. ഈ വിവാഹ നിശ്ചയം എങ്ങനെയാ മുടക്കുക? എന്തായാലും നവീൻ വക്കീല് പെട്ടെന്ന് ഇതിന് പിന്മാറുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. കാരണം തന്റെ അനിയത്തി അനിക്കുള്ളതാണ്. അതിനുവേണ്ടി അവിടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചേച്ചിയായിട്ടുള്ള താൻ ചെയ്യും. അത് നവീൻ വക്കീലിനെ ഇച്ചിരി ദ്രോഹിച്ചിട്ടാണെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. സ്നേഹിക്കേണ്ടവർ തമ്മിലാണ് ചേരേണ്ടത്. പാവമനി ഒരുപാട് അനുഭവിച്ചു ഈ പ്രായത്തിനിടക്ക്. നന്ദു അങ്ങനെ തന്നെയാണ്. എന്തായാലും അവര് തമ്മിൽ ചേരട്ടെ. അതിനിടയ്ക്ക് നവീൻ വക്കീൽ എന്നല്ല, അവന്തിക എന്നല്ല, അവരുടെ അച്ഛൻ നാഗേന്ദ്രം വന്നാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ ഒറ്റക്കാലി നിൽക്കുവാട്ടോ. എന്തായാലും നന്ദുവിനും അതുപോലെ തന്നെ അനിക്കും കട്ട സപ്പോർട്ടായിട്ട് വേറെ ആരും നിന്നില്ലെങ്കിലും നവ്യ നിൽക്കും. അതുകൊണ്ട് തന്നെ നവ്യ എന്തായാലും നവീന്റെയും അതുപോലെ തന്നെ നന്ദുവിന്റെ വിവാഹത്തിന്റെ ഈ ആലോചന ഉണ്ടല്ലോ മുടക്കാനുള്ള പരമാവധി പണികൾ നോക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.